ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ നിമിഷം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തലയ്ക്കങ്ങ് വെട്ടിപ്പൊളക്കുക, എന്താണെന്നറിയാൻ വയ്യ. കുറേ നേരമായിട്ട് പ്രഷർ കയറി അങ്ങ് ലോയായി. നമ്മൾ ഇന്നലെയും വീഡിയോ ഇട്ടില്ല, ഇന്നും വീഡിയോ ചെയ്യാതിരുന്ന വീണ്ടും ഞാനൊരു മടിച്ചിയായിപ്പോവും. അല്ലെങ്കിൽ ഈ വീഡിയോ ഇടുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മൾ ഇസ്രായേലെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കാണെങ്കിലും നമ്മുടെ ബന്ധുക്കൾക്കാണെങ്കിലും ഒരു ധാരണയുണ്ട്, ചെണ്ണ ഉടനെ അങ്ങ് കാശ് അങ്ങ് സമ്പാദിക്കാൻ തുടങ്ങുകയാണ്. ഒരിക്കലുമല്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇസ്രായേൽ മണ്ണിൽ ഇങ്ങനെ കെയർ വന്നിട്ടുള്ള ആരും കയ്യിൽ അല്ലെങ്കിൽ കുടുംബത്ത് കാശ് ഇങ്ങനെ അട്ടിക്കണക്കിന് വെച്ചിട്ട് ഉള്ളവരാരും ഇസ്രായേലിൽ വന്നിട്ടില്ല. അതാണ് ഇസ്രായേൽ മണ്ണിൻ്റെ പ്രത്യേകത. കടം പേടിച്ചും ഉള്ള വീട് കൊണ്ട് പണയം വെച്ചും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വട്ടിപ്പലിശയ്ക്ക് കാശ് മേടിച്ച് ഒക്കെ മക്കളുടെ കയ്യിലും കഴുത്തിലും കാതിലും കഴുത്തിലും കിടക്കുന്നത് വരെ കൊണ്ട് വിറ്റ് പിറക്കി എന്താ പറയുക, നാട് മൊത്തം കടം പേടിച്ച് വന്നിട്ടുള്ളവരേ ഉള്ളൂ ഇസ്രായേലിൽ. അങ്ങനെ വന്ന് ചേർന്നവരായിരിക്കും 99.9% പേരും. 1-2 പേരെ ഉണ്ടാവുള്ളൂ കുടുംബത്തിൽ നല്ല ആസ്തി ഉണ്ടായിട്ട് ഇസ്രായേലിൽ വന്നിട്ടുള്ളത്. കാരണം കഷ്ടപ്പെടാൻ മനസ്സുള്ളവർക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് പ്രവാസ ലോകം. കഷ്ടപ്പെടാൻ മനസ്സുണ്ടാവണം, കിട്ടുന്ന പൈസയ്ക്ക് മൂല്യം കൽപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ നാട് വിട്ട് നാട് മാറി മക്കളെയും കുടുംബത്തെയും ഒന്നും കാണാതെ തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെ ഒന്ന് കരയ്ക്കടുപ്പിക്കാൻ, ഈ ബാധ്യതകളൊക്കെ മാറി നല്ല ഒരു സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ലോകമാണ് പ്രവാസ ലോകം. ആ പ്രവാസ ലോകത്തേക്ക് വരാൻ വേണ്ടി സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആരും തന്നെ ആഗ്രഹിക്കത്തില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം, തൻ്റെ മക്കളോടൊപ്പം ജീവിക്കണം, തൻ്റെ സഹോദരങ്ങളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും ഒക്കെ ഒപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ ഈ പ്രവാസ ലോകത്തേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എന്നെയും ആ കുറേ സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മളുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ധാരണ വരും, അവളിപ്പോൾ എന്തായാലും ഇസ്രായേലിലെത്തി, അവൾക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ കാശോടുടനെ അങ്ങ് സമ്പാദിച്ച് പണക്കാരിയാകും. ഒരിക്കലുമില്ല. നമുക്ക് എല്ലാ ദിവസവും ശമ്പള ദിവസമല്ല, മാസത്തിൽ ഒരു ദിവസമാണ് നമുക്ക് ശമ്പളം കിട്ടുക. അത് ആ ശമ്പളം മേടിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ, ആ ഒരു മാസം പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ എന്തെല്ലാം കഷ്ടപ്പാടിലൂടെ, പ്രയാസങ്ങളിലൂടെ, കണ്ണീരിലൂടെ കെട്ടിപ്പടുക്കുന്നതാണ് ഓരോ മാസത്തെ ഈ ശമ്പളം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ നാട് വിട്ട്, എൻ്റെ മക്കളെ വിട്ട്, എൻ്റെ കുടുംബത്തെ വിട്ട്, എൻ്റെ അപ്പനെയും അമ്മേനെയും ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാനെന്തിനാ കള്ളം പറഞ്ഞത്, എനിക്ക് നല്ല സാലറി കിട്ടി, എൻ്റെ ആദ്യത്തെ സാലറി. മറ്റേ പറഞ്ഞാൽ ആ ഒരു സാലറി എൻ്റെ അക്കൗണ്ടിൽ വന്നു എന്ന് അമ്മാവനോട് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ അന്നേരം മനസ്സിലാക്കുന്നു, ഓരോ പ്രവാസിയും ഓരോ മാസവും ഓരോ ദിവസവും തന്നെ നീക്കി തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ, തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ പ്രവാസിയും മുമ്പോട്ട് പോകുന്നത്. അപ്പം എന്തെല്ലാം എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നറിയാൻ പറ്റൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അമ്മാമ്മ എന്നോട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത് എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. കാരണം ഞാൻ ഒരു മാസം എൻ്റെ മക്കളെ മാറി നിന്നപ്പോൾ, നാട്ടിൽ നിന്ന് ജോലി ചെയ്താലൊന്നും നമ്മുടെ കടങ്ങളും ബാധ്യതകളും ഒന്നും തീരത്തില്ല ഫ്രണ്ട്സ്, ഒരിക്കലും തീരത്തില്ല. നമുക്ക് ഈ നാലറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓരോ ദിവസത്തിലെയും കാര്യങ്ങൾ, ഓരോ മാസത്തെ ചിലവുകൾ കണക്ക് കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് വരവ് കുറവ് ചിലവ് കൂടുതലുമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മക്കളുടെ കാതിലോ കഴുത്തിലൊക്കെ കിടക്കുന്നതുകൊണ്ട് പണയം വെക്കേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ പല മേഖലകളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ കടന്നുള്ള പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക,
പ്രവാസ ജീവിതത്തിലേക്ക് വന്ന് പ്രവാസികളായിട്ട് വരുന്നവരാരും സന്തോഷിക്കാനും സുഖിക്കാനും വേണ്ടിയിട്ടല്ല വന്ന് കിടക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുകയല്ല. അവരുടെ കഷ്ടപ്പാടിൻ്റെ, അവരുടെ കണ്ണീരിൻ്റെ പ്രതിഫലമാണ് അവർക്കൊരു മാസത്തിൽ കിട്ടുന്ന അവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ മുമ്പ് ആരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മൾ എത്രയൊക്കെ നമ്മൾ ശമ്പളങ്ങൾ മേടിച്ചാലും നമുക്ക് ആദ്യം കിട്ടുന്ന സാലറി നമുക്ക് എന്നും വിലപ്പെട്ടതായിരിക്കും. അത് കണക്ക് എൻ്റെ അക്കൗണ്ടിൽ ഇന്നലെ വന്ന സാലറി എനിക്ക് സത്യം പറഞ്ഞാൽ ബാധ്യതകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞു ആഗ്രഹങ്ങൾ, നമ്മൾ നുറുങ്ങ് ആഗ്രഹങ്ങളെന്ന് പറയുന്നത് കുഞ്ഞു ആഗ്രഹങ്ങൾ കൂട്ടി വെച്ച് അതൊരു വലിയൊരു ആഗ്രഹമായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. ആഗ്രഹം സഫലമാകുന്ന നിമിഷം വരെ അതാരോടും ഞാൻ പങ്കുവെക്കില്ല. കാരണം നമ്മുടെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. പക്ഷേ ആ ആഗ്രഹം എവിടെയാണെന്ന് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തും. നമ്മളവിടെ എത്തിയതിന് ശേഷം മാത്രം പറയണം, ഞാൻ അന്ന് നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഞാനിതാ എൻ്റെ ആഗ്രഹത്തിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നു, ഞാനൊരു ഏകദേശം ഒരു 1.5 മാസത്തോളം ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞു ഞാനൊരു യാത്രയിലാണ്. ആ യാത്രയിൽ കഴിഞ്ഞ ആ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. ആ ലക്ഷ്യസ്ഥാനമായിരുന്നു ഇസ്രായേൽ. അതിനുവേണ്ടി ഏകദേശം എനിക്കൊരു 3.5 മാസത്തോളം എനിക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. അതിൽ പല പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയി. അപ്പോഴും മനസ്സിൽ ആകെയുള്ള സന്തോഷം, ആകെയുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാം കടന്നു പോകും, എല്ലാം ശരിയാവും. നമ്മൾ കടൽ കാണാൻ പോയിട്ടുണ്ടോ? തിരമാലകൾ നമ്മൾ ഉയരുമ്പം സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവും. പക്ഷേ അത് താഴ്ന്ന് വരുമ്പോഴത്തേക്കും അതിന് വല്ലാത്തൊരു ശാന്തത കൈവരും. അതുപോലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു പോകും. ഒരിക്കലും പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കത്തില്ല, സങ്കടങ്ങൾ അതുപോലെ നിൽക്കത്തില്ല, നമ്മുടെ കുറ്റപ്പെടുത്തുന്നവരുടെ അസാഹചര്യങ്ങൾ അതുപോലെ നിൽക്കത്തില്ല. എല്ലാം മറിഞ്ഞ് ശാന്തമായി ഒഴുകുന്ന ഒരു കടൽ കണക്ക്, ഒരു പുഴ കണക്ക്, ഒരു നദി കണക്ക് നമ്മുടെ ജീവിതവും മാറും. അപ്പോഴും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ, മനസ്സിനെ ഒരുപാട് സങ്കടത്തിലോട്ട് പറഞ്ഞു വിടാതെ സമാധാനമായിട്ടിരിക്കുക. നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ റിലാക്സ് ആവും. നമുക്ക് ഇതിൻ്റെ മികച്ചത് എവിടെയോ അത് ദൈവം എവിടെയോ കരുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തരും. അപ്പോഴെല്ലാവർക്കും ഈ ഒരു ദിവസം നല്ലതായിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, തലവേദന നല്ല. അപ്പോഴും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.